ഈ രാജിയുടെ ആവശ്യം രാഷ്ട്രീയമാണ്. ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ ഓരോ മന്ത്രിയും രാജിയൊക്കെ തുടങ്ങി പിന്നെ 107 മന്ത്രി വീട്ടിലുണ്ടാകുമോ? ഇപ്പോ ഈ സംഭവത്തിൽ പ്രതിപക്ഷം യഥാർത്ഥം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പുരക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുകയല്ല വേണ്ടത്. അവരിന്ന് രാഷ്ട്രീയമായി കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ മുഴുവൻ പേരും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അവിടെ ഞങ്ങളെല്ലാം ആശുപത്രിയിൽ പോയി വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു. ബോഡി വരെ വീട്ടിലെത്തിക്കുന്ന കാര്യങ്ങൾ ചുമതല ചെയ്തു. അപ്പൊ ഇന്ന് അവർ വന്നിട്ടുള്ളത് രാഷ്ട്രീയമാണ്. അവരും വേളം ഉണ്ടാക്കാനും സമരം ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. ഇനി വീണ്ടും ഈ വൈകുന്നേരം വീണ്ടും ഞാൻ ആ വീട്ടിൽ പോകും. അവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആശ്വാസ വാക്കുകളും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട്. അതുകൊണ്ട് അവർ രാഷ്ട്രീയം കളിക്കുന്നതോട് നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് അവരോടൊപ്പം ഉണ്ടെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെത്ര പ്രഖ്യാപിച്ചാലും ഞാൻ പറയുന്നത്, ഞാൻ അതിനൊക്കെ മുമ്പ് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഒന്ന്, ഇന്നലെ അവരാവശ്യപ്പെട്ടവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ചികിത്സ അത് പൂർണ്ണമായി സർക്കാർ അവരോടൊപ്പം ചേർന്ന് ആശുപത്രിയോട് വന്ന് പൂർണ്ണമായ ചികിത്സ കൊടുക്കും. 2, അവർക്ക് അടിയന്തരമായി ഫ്യൂണറിലുള്ള സഹായം അത് 1,00,000 രൂപ രാവിലെ പ്രഖ്യാപിച്ചു. അതും കൃത്യമായി ചെക്ക് എഴുതി ഇന്ന് അവിടെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കൊടുക്കും. 2, 3, ആ കുട്ടിയെ സംബന്ധിച്ചൊരു ഭാവി ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെടണം പറയുന്നു. സർക്കാർ ഒപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം പറയുന്നു. 4, ധനസഹായത്തെ സംബന്ധിച്ചുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സംഭവ സ്ഥലത്ത് വന്നു. ഇപ്പൊ തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു നമുക്ക് ധനസഹായം കൊടുക്കാം, അടുത്ത പ്രഖ്യാപിക്കണേ ക്യാബിനറ്റിൽ ചെയ്യുള്ളൂ. സാധാരണ നിങ്ങൾക്കറിയാം അതിന്റെ നടപടിക്രമം. ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്ക് 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള പ്രഖ്യാപിക്കില്ല. ക്യാബിനറ്റിൽ ആലോചിച്ച് എത്ര തുകയാണ് നമ്മൾ തീരുമാനിച്ച് കൊടുക്കും. അത് കൃത്യമായി കൊടുക്കും. അത് രാവിലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു സംശയമില്ല. അതിപ്പോ അവര് പ്രതിപക്ഷം, ഞാൻ അന്നേരം ഒരു കാര്യം അലങ്കാരികമായിട്ടാണ് പറഞ്ഞു, ഈ പുരക്ക് പിടിക്കുമ്പോൾ വാഴ വെട്ടണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു അപകടം ഉണ്ടായ അപകടം വരുന്നതിന്റെ അടുത്ത് നമ്മളെല്ലാം നിങ്ങളടക്കം സഹായിക്കാറുണ്ട്. മാധ്യമങ്ങളടക്കം വന്ന് എങ്ങനെയാ ആ രക്ഷാദൗത്യം ഗംഭീരമായി അവർക്ക് ഭാവിയിൽ എന്തെല്ലാം ചെയ്തോട് സഹായിക്കാം. സംഭവിക്കാതിരിക്കണോ എന്ന് പറയാൻ പറ്റില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അതിൽ കൃത്യമായുള്ള ഇടപെടൽ നടത്തി ഈ കാര്യത്തിൽ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് ആ കോളിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു വീഴ്ചയും വരാതെ. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി എത്തിക്കണോ, ഇന്നലെ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടു, കാര്യം കൃത്യമായി നടത്തി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർഡർ കൊടുത്തിട്ടാണ് നിർവഹിച്ചിട്ട് അത് നടത്തിയിട്ടുള്ളത്. കൃത്യമായി അത് പറഞ്ഞ ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നത്തെ സംസ്കാരം കഴിഞ്ഞു. ഇന്ന് വീണ്ടും ഞങ്ങൾ ആ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ച് അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് മുന്നോട്ട് വെക്കാനോ അത് കേട്ട് ആ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ. സംശയം അത് അതിലെ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ആരോഗ്യമന്ത്രി അവരുടെ ഒപ്പമൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. അവര് ഒരു സംഭവ സ്ഥലത്തേക്ക് ഓടി വരുമ്പോ അവർ മുഴുവൻ പരിശോധിച്ചിട്ടൊരു റിയാക്ഷൻ നടത്താൻ പറ്റില്ല. അവിടെ നിൽക്കുന്ന ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഞാൻ ചെന്നാലും നിങ്ങൾ വന്നാലും ആദ്യം നിങ്ങളുടെ ഒരു സംഭവ സ്ഥലത്ത് ഓടി ചെന്ന് അവിടുന്ന് ആദ്യം കിട്ടുന്ന വിവരം വെച്ച് ആദ്യം നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുകയല്ലേ, പുറകെ ബാക്കി കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവം നടന്ന ഞങ്ങൾ അതിന്റെ അവിടുന്നൊരു 10-12 കിലോമീറ്റർ അകലെയാണ് മേഖല അവലോകനം എന്ന് പറഞ്ഞത്. ആ അവലോകന യോഗത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മെസ്സേജ് എനിക്ക് ആദ്യം കിട്ടുന്നത്. ഞാൻ കിട്ടിയപ്പോൾ തന്നെ CM-ന്റെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഉണ്ട്, ഞാനൊന്ന് ഓടിപ്പോവാണെന്ന് പറഞ്ഞ് സ്റ്റേജിൽ ഓടുകയായിരുന്നു. തൊട്ട് പുറകെ ആരോഗ്യമന്ത്രിയും വന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സ്, അവിടെ നിൽക്കുന്ന പോലീസ്, അവരാണ് രക്ഷാദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്നത്. ആ നിർവഹിച്ചുകൊണ്ടിരുന്നവരപ്പോൾ നമ്മൾ പറയുന്ന വിഷയം അത് ഇന്നലെ ഡോക്ടർ സൂപ്രണ്ട് തന്നെ പറഞ്ഞല്ലോ, ഞാനാണ് ഈ വിവരം മന്ത്രിമാർക്ക് കൈമാറിയിട്ടുള്ളത്, എന്താണ് സംഭവിച്ചത്. അപ്പൊ 2 പേരാണ് അവർ കൂടി വരുമ്പോൾ കാണാൻ കഴിഞ്ഞാൽ 2 പേരെ എടുത്ത് അപ്പൊ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയി അവിടെ ഇഞ്ചുറി എന്താണെന്നും പറഞ്ഞു. അത് പറഞ്ഞു ബാക്കി ഉണ്ടോ നോക്കാൻ ആ സമയത്ത് തന്നെ അവിടെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് ജില്ലാ ഓഫീസർ ആരാണെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചത്. എല്ലാവരും നിൽക്കെ ആ ഓടി എന്നെ കൊണ്ടുവന്നു. ഇന്ന് അടിയന്തരമായിട്ട് JCB അതുപോലെ തന്നെ ഹിറ്റാച്ചിയും വെച്ച് മാന്തി എടുത്ത് അടിയിലാരോണ്ടോ അടിയന്തരമായി പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുന്നത്. ഹിറ്റാച്ചി കൊണ്ടുവരുന്ന ഒരു പ്രശ്നം അവിടെ പ്രായോഗികമായ ഒരു വിഷമം നിങ്ങൾ അറിയേണ്ടത്, ഇത് 1962 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. അപ്പൊ ആ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രക്രിയയിൽ ഈ കെട്ടിടത്തിന് ചുറ്റുപാടും മുഴുവൻ കെട്ടിടം, നടുക്ക് കുറെ സ്പേസുകളെ പൂന്തോട്ടം ഉൾപ്പെടെ ഈ നടുക്ക് സ്പേസുകളിടത്തേക്ക് തിരിഞ്ഞു വീഴുന്നത്. അപ്പൊ ഈ ചുറ്റുപാടും കെട്ടിടമുള്ളിടത്തേക്ക് കൂടി വണ്ടിയും ഫയർഫോഴ്സിനോ മറ്റൊന്നും കയറി വരാൻ പറ്റില്ല. അപ്പൊ പിന്നെയുള്ള മാർഗം ഏതെങ്കിലും കെട്ടിടം ഇടിച്ചു പൊളിക്കുക. പെട്ടെന്ന് ഏതൊരു കെട്ടിടം ഇടിച്ചു പൊളിച്ചാൽ മറ്റൊരു ടീം വീടാൻ ബാക്കി രൂപ താഴെ പോകും. അപ്പൊ അതും പിന്നൊരു മാർഗം നോക്കിയത് കാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ ഹിറ്റാച്ചി കയറ്റാവോ എന്നൊരു സംശയം എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തും വരട്ടെ കയറ്റാൻ പറഞ്ഞു. അതിലൂടെ കയറ്റിക്കൊണ്ടുവന്ന് വരുമ്പോൾ ഒരു വലിയ കമ്പി ഉള്ള ഒരു കട്ടിലുണ്ട്, അതിനെ തട്ടിയിട്ട് മുന്നോട്ട് കടക്കുകയരുത്. അപ്പൊ പിന്നെ അത് മുഴുവൻ ഹാക്സർ ബ്ലേഡ് കൊണ്ടൊന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. അത് മുഴുവൻ അറുത്ത് മുറിച്ച് മാറ്റിയതിനു ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും ഹിറ്റാച്ചി ബാക്കി സൈഡിലുണ്ടായിരുന്ന കെട്ടെല്ലാം ഇടിച്ചു പൊളിച്ചാണ് അകത്തോടിയാടുന്നത്.
ഇത് ആരും പറയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. സത്യസന്ധമായ കാര്യമാണ്. ഞാൻ എന്റെ കൂടെ ഉള്ള ഒരാളായോണ്ട് ഞാൻ പറഞ്ഞത് ആ സമയത്ത് അങ്ങനെ വന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിന് ആരോഗ്യമന്ത്രി അന്നേരം പറഞ്ഞത് അവരുടെ മുമ്പിൽ കിട്ടിയ വിവരം വെച്ച് പ്രാഥമികമായി അവിടെ നിന്നിരുന്ന പോലീസും ഫയർഫോഴ്സും ഡോക്ടർമാരും പറഞ്ഞതനുസരിച്ചാണ് അവർ ആ കാര്യം പറഞ്ഞത്. അവരല്ലാതെ മറ്റൊരു തെറ്റ് പറഞ്ഞതല്ലത്. ഉണ്ടായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ, അതുകൊണ്ടാണ് പുതിയ കെട്ടിടം ഉണ്ടായത്. പുതിയ കെട്ടിടം 2013 അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് PWD ഒരു മെസ്സേജ് കൊടുത്തതായിട്ട് പഴയ ഫയൽ കണ്ടു. അന്ന് LDF ഗവൺമെന്റ് അല്ല, UDF ഗവൺമെന്റ് ആണ്. അവർ ആ കാര്യത്തിൽ പിന്നെ ഒന്നും ചെയ്തിരുന്നില്ല, ഫണ്ടും വെച്ചിരുന്നില്ല. അതേസമയത്ത് LDF ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഈ പ്രശ്നം LDF ഗവൺമെന്റ് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈല ടീച്ചറുടെ ശ്രദ്ധ ഞാൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരപ്പം തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി 2017 എത്തുമ്പോഴേക്ക് കിഫ്ബി മുഖാന്തരം ഫണ്ട് അനുവദിക്കാൻ നിർദ്ദേശം നൽകുകയും 2018 ഭരണാനുമതി കൊടുക്കുകയും ചെയ്തു. അപ്പൊ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനത്തിൽ ആദ്യത്തെ 2 വർഷം കോവിഡ് വന്നപ്പോൾ ജോലിക്കാരും വരാതെയായി നിർത്തിവെച്ചു. കോവിഡിന് ശേഷം വീണ്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോ 565 ബെഡുള്ള 14 ഓപ്പറേഷൻ തിയേറ്ററുള്ള മനോഹരമായ സർജിക്കൽ ബ്ലോക്ക് തീർന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് വന്നതാണ്. കൃത്യമായി LDF ഗവൺമെന്റ് ശ്രദ്ധിച്ചതുകൊണ്ട് വന്നതാണ്. ആ കാര്യത്തിൽ ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് അതിന്റെ അവസാനം അതിലോട്ട് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാന മീറ്റിംഗ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് വരുത്തി 2 പേരും കൂടി ഇരുന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കഴിഞ്ഞ 30-ാം തീയതി മെയ് 30-ന് തീരുമാനം ഇതാണ്: ഏറ്റവും പെട്ടെന്ന് ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ ആ കെട്ടിടത്തിൽ നിന്ന് രോഗികളെ ഇങ്ങോട്ട് മാറ്റുക. അപ്പൊ മാറ്റുന്നതിനോട് തടസ്സം ഉണ്ടായിരുന്ന പ്രശ്നം ഓപ്പറേഷൻ തിയേറ്ററിൽ അണുമുക്തമാക്കുന്ന കാര്യമാണ്. അവിടെ വരേണ്ട പശ്ചാത്തല സൗകര്യം എല്ലാം വന്നിരുന്നു. അവിടെ അൾട്രാസൗണ്ട് സ്കാൻ വന്നു, CT സ്കാൻ വന്നു, MRI സ്കാൻ വന്നു, അതുപോലെ തന്നെ IC 42 ബെഡ് വന്നു. ഇതെല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ ക്രിട്ടിക്കൽ കെയർ ICയുടെ ഒരു യൂണിറ്റും വന്നു കഴിഞ്ഞു. ഇതെല്ലാം വന്നെങ്കിലും നമുക്ക് ഈ ഓപ്പറേഷൻ തിയേറ്റർ അണുമുക്തമാക്കി മാത്രമേ സർജിക്കൽ ബ്ലോക്കിൽ സർജറി നടക്കൂ. അതിന്റെ ചെയ്യേണ്ടതും മെഡിക്കൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ഡിപ്പാർട്ട്മെന്റാണ്. ആ കാര്യം അടിയന്തരമായി ചെയ്യാൻ അന്ന് തന്നെ ആ മീറ്റിംഗ് തീരുമാനമായി. ജൂലൈ മാസത്തിലേക്ക് ഈ രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്ത് ഓരോ ദിവസം വെച്ച് ഓരോ ദിവസം വർക്ക് ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങൾ പോകുന്ന. അതിനുശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ പ്രവർത്തനവും സ്പീഡ് നടക്കാൻ പറയുന്ന ഡേറ്റും തീരുമാനിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്ത് കഴിഞ്ഞിരുന്നു. ചെയ്തു തീർത്ത് കഴിഞ്ഞപ്പോൾ സൂപ്രണ്ട് സൂചിപ്പിച്ച കൃത്യമായ കാര്യമാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു അടച്ചിട്ടിരുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഇപ്പോഴും നോക്കുന്നില്ലോ. ആ നോക്കുന്നത് ഇങ്ങനെ വന്ന് കയറുന്ന സംഭവം കാര്യങ്ങളും ഉണ്ടായതാണ്, സംഭവം ഉണ്ടാകാനിട വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റ് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിനോട് ഡിസ്സാലോചിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ 525 ബെഡോടുകൂടി ഇന്നലെ രാത്രി ആ ബെഡുകളിലേക്ക് മാറ്റി കഴിഞ്ഞു രോഗികളെ. ഈ നോക്കി നിൽക്കണ്ട, ഏതെങ്കിലും ഭാഗത്ത് ഇനി അടർന്നു വീഴാനോ ഒടിഞ്ഞു വീഴാനോ ഒരു അവസരത്തിന് കാത്തു നിൽക്കാതെ ഇന്നലെ തന്നെ മാറ്റാൻ അവിടെ ഇന്നുകൊണ്ട് തന്നെ അതിനുണ്ടായിരുന്നു ആരോഗ്യമന്ത്രി ഞങ്ങൾ രണ്ടും ചേർന്ന് അത് മുഴുവൻ മാറ്റുന്നതോടെ വരെ ഞങ്ങൾ വന്നിരുന്നു. ഇപ്പൊ ഇന്നിപ്പോഴും നോക്കിയാൽ എല്ലാ രോഗികളെയും സേഫ് ആക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. ഇനി ബാക്കി സർജറിക്കുള്ള സംവിധാനം വരേണ്ട ഓപ്പറേഷൻ തിയേറ്റർ അടിയന്തരമായി അണുമുക്തമാക്കാനുള്ള കാര്യങ്ങൾ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ രാജ്യയുടെ ആവശ്യം രാഷ്ട്രീയമാണ്. ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ ഓരോ മന്ത്രിയും രാജിയൊക്കെ തുടങ്ങി പിന്നെ തീരെ മാത്രമേ വീട്ടിലുണ്ടാകുമോ? ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയത്തിന്റെ ശരിതെറ്റുകൾ പരിശോധിച്ച് അതിലാവശ്യമായി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമുണ്ട് അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. ഇപ്പോ ഈ സംഭവത്തിൽ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പുരക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുകയല്ല വേണ്ടത്. ആ സംഭവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അതിനെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാം? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിച്ചു തുടങ്ങി, ഞാൻ അതുകൂടെ പറയുകയാണ്. ഒന്ന്, ഇപ്പൊ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ എത്താൽ 7 കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഒന്ന്, ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾ നെറ്റ് നോക്കിക്കോ. ഡോക്ടർ BL ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ കാർഡിയോളജി വിഭാഗം 2 ഘട്ടങ്ങളിൽ 1-ാം സ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ. 2, 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി പൂർത്തീകരിച്ചത് കോട്ടയം മെഡിക്കൽ ചെയ്തിരുന്നത് സൂപ്രണ്ടാണ്. ഏറ്റവും കൂടുതൽ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. പീഡിയാട്രിക് ഹാർട്ടിക് സർജറിയും അതിന്റെ കണക്കുണ്ട്. വെറുതെ പറയുന്നതല്ല, മുഴുവൻ കണക്ക് നിങ്ങൾക്ക് നെറ്റ് നോക്കാം. പെർ ഇയർ 2000 സർജറി എങ്കിലും ആ വിഭാഗത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു മെഡിക്കൽ നോക്കി ഇത്തരം സർജറി നടക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വേറെയുണ്ട്. മറ്റൊന്ന്, ഈ രംഗത്ത് ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇപ്പൊ 7 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. ഡ്രോമ ICയിലെ കീഹോൾ സർജറിയിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അതിന്റെ റിപ്പോർട്ട് വന്നു.
പശ്ചിമ ശിശു ആദ്യമായി ജനിച്ച പരീക്ഷണാടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ ഏറ്റവും നൂതനമായ ശവതയ്ക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ നിരവധി കാര്യങ്ങളിൽ മുന്നിട്ട് വന്നിട്ടുള്ള ഈ മെഡിക്കൽ കോളേജിൽ പെർ ഡേ 7000-ൽ പരം OP ഉണ്ട്. എത്രയാണ് അതിന് മുകളിൽ വരുന്ന IP എല്ലാം ചേർത്തെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സത്യസന്ധനായ, ഏറ്റവും പ്രമുഖനായ കേരളശ്രീ ബഹുമതി നൽകി കേരളം ആദരിച്ച ഡോക്ടറാണ് ഡോക്ടർ TK ജയകുമാർ, thoracic സർജൻ. 10 വയസ്സുകാരോടെങ്കിലും കൈക്കൂലി വാങ്ങിക്കുവോ ഏതെങ്കിലും വ്യക്തി താല്പര്യത്തേക്ക് ചെയ്യാതെ 24 മണിക്കൂറും ഇതിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ഡോക്ടർ. നിങ്ങൾ പോയി പരിശോധിച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം കോവിഡ് കാലഘട്ടത്തിൽ പോലും എല്ലാ സ്ഥലത്തും സർജറി നിർത്തിവെച്ചപ്പോഴും എല്ലാ ദിവസവും ഇത് നടത്തുമായിരുന്നു. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഡോക്ടറാണ് അവിടുത്തെ സൂപ്രണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നേ ഞാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കാറുള്ളത് കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം പരിശോധിച്ചോളൂ. അങ്ങനെ ഏറ്റവും മികവാർന്ന രൂപത്തിൽ നടക്കുമ്പോൾ ഇന്നലെ തന്നെ അപകടം ഉണ്ടാകുമ്പോൾ അതിലെ ചെറിയ പരിക്ക് പറ്റിയ ഒരു കുട്ടി വയനാട് നിന്ന് വന്നതാണ്. അമ്മയും വയനാട് നിന്ന് വന്ന ഈ വയനാട്ടുകാർ എത്രയോ സ്ഥലം കഴിഞ്ഞാണ് കോട്ടയത്തേക്ക് വന്നത്. മധുരയിൽ നിന്ന്, അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് പല ദിവസങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ തന്നെ ആൾ വിളിക്കുക അവിടെ സർജറിക്ക് വേണ്ടി. കാരണം മോർ സേഫാണ്. ഈ വിദഗ്ധ സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചും ഈ thoracic സർജറി വിഭാഗം അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് അത്ര വലുതാണ്. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തെ 2 ഘട്ടങ്ങൾ ബെസ്റ്റ് ഡോക്ടർ എന്ന രൂപത്തിലുള്ള പദവി നൽകി. ഇപ്പൊ കേരളശ്രീ ബഹുമതി നൽകി കഴിഞ്ഞ പ്രാവശ്യം. നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്കുക, നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു. അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ കാണുന്ന ദൈവത്തെ പോലെയാണ്. രോഗികൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് വീഴുന്ന കാണും. മറ്റു സ്ഥലത്തും പല സ്ഥലത്തും നോ എന്ന് പറയുന്ന പേഷ്യൻസ് എല്ലാം ഇവിടെ വന്ന് അവരുടെ ചെലവില്ലാതെ കാര്യങ്ങൾ നടത്തി പോകുന്ന രംഗം. അങ്ങനെ ഇത്രത്തോളം വലിയ സേവനവും സൗകര്യവും കിട്ടുന്ന ഒരു ആതുരാലയത്തെ ഇത്തരം ഒരു പിഴവ് തന്നെയാണ്. അതുണ്ടാകാതിരിക്കണം ഭാവി. ആ കാര്യത്തിലൊന്നും സംശയമില്ല. അങ്ങനെ അവിടെ ഉണ്ടായത് നിർഭാഗ്യകരമായി പോയി. അതെന്തുകൊണ്ടാണെന്ന് കളക്ടറോട് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യത്തെ സാമാന്യവൽക്കരിച്ച് അതിനെ രാഷ്ട്രീയ ആയുധമാക്കി ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയ ആവശ്യങ്ങളാണ്. അത് പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല. ആതുരാലയത്തെ ഒരിക്കലും അപകടപ്പെടുത്താൻ പാടില്ല. ഇത്തരം ആതുരാലയത്തെ സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ മാത്രമല്ലേ കോടിക്കണക്കിന് നമ്മുടെ ആളുകൾക്ക് ആരോഗ്യ രംഗത്തൊരു അഭയകേന്ദ്രമല്ലേ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ. പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്തേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ. അപ്പോ ഈ രംഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേശീയ സർവേ തന്നെ, ആഗോളതരത്തിലുള്ള സർവേ ഒന്നുമില്ല. 1000 കുട്ടികൾ പിറന്നാൽ ശിശുമരണ നിരക്കുമ്പോൾ നവജാത ശിശുക്കൾ കേരളത്തിൽ 4 മരിക്കുള്ളൂ. അമേരിക്കയിൽ പോലും 5 മരിക്കും. നമ്മുടെ മാതൃമരണ നിരക്ക് അഖിലേന്ത്യാ ശരാശരി 75 നിൽക്കുമ്പോൾ നമ്മൾ 16 എന്തുകൊണ്ടാണ്? മികവാർന്ന ഒരു ആരോഗ്യ പരിപാലനം കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം അഖിലേന്ത്യാ ശരാശരി 70 നിൽക്കുമ്പോൾ നമ്മൾ 73 വന്നു കഴിഞ്ഞു. സ്ത്രീകളുടെ ആയുർദൈർഘ്യം നമ്മൾ 76 വന്നിരിക്കുന്നു. ഇങ്ങനെ ആരോഗ്യ പരിപാലന രംഗത്തിന് ആഗോള മാതൃക സൃഷ്ടിച്ചാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് WHO സംസ്ഥാനത്തെ അഭിനന്ദിച്ചത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നീതി ആയോഗിന്റെ കണക്കാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പരിശോധിക്കുന്ന കണക്കാണ്. അപ്പോൾ ആ മേഖലയെ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ സമ്പത്തില്ലാത്തവർ ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ടുപോയി ഗ്ലോബൽ ഹോസ്പിറ്റലിൽ പോയി നടത്തി വന്നിപ്പോൾ ഞങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും പറഞ്ഞു ഒരാഴ്ച താമസിച്ചാണ് അവർ നടന്നത്. 53 ലക്ഷം രൂപയായി അതിന്റെ ചെലവ്. മൊത്തം 6 മാസം അവിടുത്തെ കുറച്ചുകൂടെ കഴിഞ്ഞു വന്നപ്പോൾ. ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഒറ്റമണി പോയി 10 നടന്നു തുടങ്ങുന്നു. വെളിയിൽ പുറം ചെയ്യിച്ചു നോക്കും. 30 ലക്ഷവും 40 ലക്ഷവും ഒക്കെ മുടക്കുമ്പോൾ ഇവിടെ അത്യാവശ്യമുള്ള മരുന്നോ വേറെ വരുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പൈസ എവിടെ ആർക്കും കൊടുക്കണ്ട. ഇറങ്ങിപ്പോയില്ലേ ഇതൊക്കെ. അതുകൊണ്ടാണ് ഈ വാൽവ് റീപ്ലേസിലും ഓപ്പൺ ഹാർട്ട് സർജറിയിലും ബൈപ്പാസ് സർജറിയിലും ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ വന്നവർ സംതൃപ്തരായി ഞാൻ ഈ പറഞ്ഞ ഡോക്ടർമാരെയും ആതുരാലയത്തെയും വലിയ രൂപത്തിലുള്ള അഭയകേന്ദ്രമായി കാണുന്നത്. അങ്ങനെയുള്ള ഒരു ആതുരാലയത്തെയും ആ ഡോക്ടറെയും ഒക്കെ ആക്ഷേപിക്കാവൂ? പാടില്ല. ഓ, ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറയുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഉപകരണം അവിടെ കുറവ് പറയുകയോ ശസ്ത്രക്രിയക്ക് സമയത്ത് കിട്ടാതെ വരികയോ ചെയ്യുമ്പോൾ ഇവര് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ മുഖാന്തരം അതിന്റെ ഓർഡർ പോയാൽ അതിന് നടപടിക്രമങ്ങളുണ്ട്. സർക്കാർ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുമ്പോൾ ഫണ്ട് അനുവദിച്ചു തരുന്നതിനും
ഇത് ആവശ്യമാണെന്ന് പരിശോധിച്ചു. ആ പരിശോധന കഴിഞ്ഞാൽ ഇത് കിട്ടി വരുള്ളൂ. വളരെ പെട്ടെന്ന് നടക്കേണ്ടതായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ചിലത് അടിയന്തരമായി നടക്കാൻ ചില ആളുകൾ ഞങ്ങൾ പണം ഉണ്ടാക്കി തരാൻ നടക്കണം എന്ന് പറയുന്നത്. വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്, വളരെ സമർത്ഥരായ ഡോക്ടർമാര്, ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യത്തിലുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ടൂൾസിന്റെ ഇല്ലായ്മയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ നമ്മുടെ സർജറിയായി ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിൽ ഏതെങ്കിലും വേണ്ടി വരുന്ന പുതിയ ആവശ്യങ്ങളോ ഒക്കെ വരാം. അത്തരം വരുന്നിടത്താണ് ഈ കാര്യങ്ങൾ പുറത്തോട്ട് പറയുക. അത് ചില സ്ഥലത്ത് ഒറ്റപ്പെട്ട രൂപത്തിൽ ഉണ്ടാകും. പക്ഷെ അത് സാമാന്യവൽക്കരിക്കരുത് ആ സംഭവം എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ മികച്ചതിനോട് മത്സരിച്ച് പോകുന്നതുകൊണ്ടാണല്ലോ ഈ സൗകര്യങ്ങളെല്ലാം വന്നത്. മുമ്പ് എന്തായിരുന്നു സർക്കാർ ആശുപത്രി ഉണ്ടായിരുന്ന സ്ഥിതി, ഇപ്പോൾ എന്താണ് ഉണ്ടായിരുന്നത്? ആരോഗ്യമന്ത്രിയുടെ ഒരു വിശദീകരണം നേരത്തെ വന്നിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തെ സ്ഥിതിയും അവർ മുഴുവൻ അതിന്റെ ഡാറ്റാബേസ് വെച്ചിട്ട് സ്റ്റാറ്റിസും വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ഓരോ വർഷവും കഴിയുമ്പോഴും മികവാർന്ന രൂപത്തിലേക്ക് വരിക. ഇപ്പൊ ഈ കഴിഞ്ഞ 8-9 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ പറയുന്നത് ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ തന്നെ നമുക്ക് ഉയർത്തിക്കാട്ടാം. നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ കൂടി ഇതൊന്ന് അന്വേഷിക്കണമെങ്കിൽ ഇവിടുത്തെ മികവാർന്ന നീക്കം മനസ്സിലാവുള്ളൂ. മറ്റ് സ്ഥലത്തെല്ലാം സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. സ്വകാര്യ മേഖലയിലെ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുക. ഈ രോഗികളെ സ്വകാര്യ മേഖലയിൽ എത്തിച്ചുകൊണ്ട് ആംബുലൻസുകാർക്ക് പ്രത്യേക രൂപത്തിലുള്ള പാരിതോഷികങ്ങൾ കൊടുക്കുന്ന ആശുപത്രികൾ അറിയാം. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എടുത്ത് പരിശോധിച്ചു. അങ്ങനെ ഈ പൊതുമേഖലയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമമാണ്. അപ്പൊ ഈ രംഗത്ത് വരുന്ന ഒരു അനാരോഗ്യകരമായ മത്സരത്തിന്റെ ഉള്ളടക്കവും തിരിച്ചറിയേണ്ടതാണ്. നമുക്ക് ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം, പക്ഷേ അനാരോഗ്യകരമായ മത്സരങ്ങൾ പാടില്ല. അതുകൊണ്ട് ഈ രംഗത്ത് പൊതുജനാരോഗ്യത്തെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഒപ്പം നമ്മൾ സ്വകാര്യ മേഖലയൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേരുമ്പോഴാണ് ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ ആഗോള മാതൃക സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്നത് എന്ന കാര്യം വിസ്മരിക്കുന്നുമില്ല. പക്ഷെ ചില മേഖലകളിലെങ്കിലും ഒറ്റപ്പെട്ട രൂപത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം സംശയം വേണ്ട. ഓ യെസ്, അത് നിങ്ങൾ പറഞ്ഞൊരു ക്രിയാത്മകമായ നിർദ്ദേശമാണ്. നമുക്ക് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ അത് ഭാവിയിൽ ഈ നടപടിക്രമങ്ങൾ ലഘൂകരണം വരുത്തി എത്ര പെട്ടെന്ന് നമുക്ക് കൊടുക്കാന്നുള്ള കാര്യമൊക്കെ ചിലപ്പോ അതിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അനുമതി കൊടുക്കാവുന്നത് ഒരു എമൗണ്ട് നിശ്ചയിച്ച് ഈ എമൗണ്ടിന്റെ പരിധിക്ക് വരുന്നതിന് മറ്റു രൂപത്തിലുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കി പെട്ടെന്ന് വാങ്ങിക്കാനുള്ള ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി നടക്കും. മറ്റേ നിലവിലുള്ള ആക്ട് ആൻഡ് റൂൾസിന് വിധേയമായിട്ടാണ് കാര്യം നൽകുക. അതുകൊണ്ട് നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചോളം ഭാവിയിൽ ആലോചിക്കേണ്ടതാണെന്ന് കാര്യം സംശയിക്കില്ല. ഇല്ല, ഇപ്പോ ആ കാര്യത്തെ സംബന്ധിച്ചോളം എന്താണ് കാര്യം എന്നാൽ പരിശോധിക്കും തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അവർ പരിശോധിക്കുകയും ചെയ്തു. ആ കാര്യം നടപടി സ്വീകരിച്ചല്ലോ. അപ്പൊ പിന്നെ ആവശ്യം തോന്നില്ലേ? അതേപോലെ തന്നെ ചെയ്യുന്ന ആരാണ് ഡോക്ടർ ഹാരിസ്. ഹാരിസ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത് ആക്രമിക്കുകയും ചെയ്യുന്ന സമീപനത്തിലുണ്ടോ? രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നത് ശരിയല്ലേ? അല്ലേ, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ആരോഗ്യം അല്ല, ആ വിഷയത്തെ സംബന്ധിച്ച് അങ്ങനെ അല്ല പറഞ്ഞത്. പറഞ്ഞ വിഷയത്തിൽ എന്തിനോടും കാര്യം പരിശോധിക്കുന്ന ആരോഗ്യമന്ത്രി പറഞ്ഞു, അത് പരിശോധിച്ചു, ആ കാര്യത്തിൽ നടപടി എടുത്തു. പക്ഷെ അല്ല, മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു ആഭ്യന്തര പ്രശ്നം, കുടുംബത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുടുംബത്തെ ആദ്യം ചർച്ച ചെയ്തിട്ട് വേണ്ടേ ആദ്യം അത് സമൂഹത്തിന് വിട്ടുകൊടുക്കാൻ. അല്ല അത് പറഞ്ഞിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം എത്തപ്പെടുന്ന കാര്യത്തിൽ നടപടിക്രമത്തിൽ മാത്രമാണ് വീഴ്ച വന്നത്. അതുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അല്ലേ അറിയിക്കേണ്ടത്. അതിനു പകരം അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ മറ്റു രൂപത്തിലേക്ക് വരുമ്പോൾ അതിൽ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ വേറെ ആക്ഷേപിച്ചൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ വിഷയത്തെ സംബന്ധിച്ചോളം ഞാൻ ഇടപെട്ട കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഇവിടെ പുറത്തു നിങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഏതായാലും ഈ കാര്യത്തിൽ നടപടിക്രമത്തിൽ ലഘൂകരണം വേണമെന്ന് നിങ്ങളുടെ അഭിപ്രായത്തോട് നമുക്ക് പൊതുവിൽ യോജിക്കാം. ഏതായിരുന്നാലും ഈ രംഗത്ത് ഞാൻ പറയുന്നത് ആതുര സേവന രംഗത്തെ ഇന്നത്തെ മേന്മ മികവാർന്നതാണ്, തെളിമേറുന്നതാണ്, മുമ്പത്തേക്കാൾ ഏറെ പുരോഗതിയിലേക്ക് പോയിരിക്കുന്നു. അതിനെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് ദയവ് ചെയ്ത് ഈ പ്രചരണങ്ങൾ വരരുത്. അതേസമയത്ത് പോരായ്മകളുണ്ട് ചൂണ്ടിക്കാണിക്കാം. അത് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിയാത്മകമാണ് നിർദ്ദേശമെങ്കിൽ, സൃഷ്ടിപരമാണ് വിമർശനമെങ്കിൽ രണ്ടും സ്വാഗതം ചെയ്യാം. മറിച്ച് അവരിന്ന് രാഷ്ട്രീയമായി കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ മുഴുവൻ പേരും, സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അവിടെ ഞങ്ങളെല്ലാം ആശുപത്രിയിൽ പോയി വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു. ബോഡി വരെ വീട്ടിലെത്തിക്കുന്ന കാര്യങ്ങൾ ചുമതല ചെയ്തു.
അപ്പൊ ഇന്നവർ വന്നിട്ടുള്ളത് രാഷ്ട്രീയമാണ്. അവർക്ക് വേളം ഉണ്ടാക്കാനും സമരം ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. ഇനി വീണ്ടും ഈ വൈകുന്നേരം വീണ്ടും ഞാൻ ആ വീട്ടിൽ പോകും. അവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആശ്വാസവാക്കുകളും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് അവർ രാഷ്ട്രീയം കളിക്കുന്നതോടൊപ്പം നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് അവരോടൊപ്പം ഉണ്ടെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്.